മക്കളെ ഉണ്ടാക്കുന്നതിനും അത് വീട്ടിലുണ്ടാക്കുന്നതിനും അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിനും ഒരുപാട് പഴികേട്ട ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. സംഗതി വലിയ പൊല്ലാപ്പ് പിടിച്ച ഏർപ്പാടാണ് ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ. എന്ന് വെച്ചാൽ ഒരു സാമാന്യേന ഈ ഗർഭം ധരിക്കുന്നത് മുതൽ പ്രസവാനന്തര പരിപാടികളെല്ലാം കൂടി കഴിഞ്ഞു വരുമ്പോഴേക്കും കുറഞ്ഞത് ഒരു 4-5 ലക്ഷം രൂപ സാമ്പത്തിക ചെലവ് വരുന്നൊരു ഏർപ്പാട്. പിന്നീട് പീഡിയാട്രിക് ചികിത്സകളൊക്കെ കഴിഞ്ഞ് ഒരുമാതിരി അവനെ അല്ലെങ്കിൽ അവളെ പറക്കമുറ്റിക്കുന്നവരെത്തുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്തെ ചിലവ്, പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിന് ആകെ ചിലവ്. ഈ ചിലവുകളുടെ കണക്കെല്ലാം കൂടെ കൂട്ടി പേപ്പറിൽ എഴുതി നോക്കുമ്പോഴാണ് പലരും ഉള്ളത് കയ്യിലിരിക്കട്ടെ എന്ന് കരുതി 1, 1/2, 3/4 ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ശാരീരിക അധ്വാനം, വേദന, പ്രയാസം സ്ത്രീകൾ സഹിക്കേണ്ടി വരുന്നത് വളരെ കൂടുതലാണ്. ഇത് വളരെ സുഖവും സന്തോഷകരവുമായിട്ടുള്ളൊരു ഏർപ്പാടായി തോന്നിയ ഒരാൾ ലോകത്തൊറ്റ ഒരാളേ ഉള്ളൂ. ദൈവത്തിനും പോലും അങ്ങനെ തോന്നിയിട്ടില്ല. പ്രസവവേദനയെക്കുറിച്ച് ഗ്രന്ഥങ്ങളൊക്കെ വളരെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തോന്നിയത് നമ്മുടെ കൊട്ടാരക്കരയിലെ ബുദ്ധിമാനായ ചക്കമാരാർക്കാണ്, അഖിൽമാരാർക്ക്. ബാക്കി ആർക്കും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അത്രയും പ്രയാസകരമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ ത്യാഗത്തെയും കഷ്ടപ്പാടിനെയും ഒരു വലിയ അധ്വാനവും സമർപ്പണവുമായി കാണുന്നതിനപ്പുറത്ത് ഇത് ഇന്ത്യ പിടിക്കാനുള്ള ഒരു പരിപാടിയാണെന്നും ഇതിലൂടെ ഇന്ത്യ പിടിച്ചടക്കി ചുരുട്ടി കയ്യിൽ വെച്ചുകൊണ്ട് യവന്മാരെല്ലാവരും കൂടി ഇതിനെ ജിഹാദി രാജ്യമാക്കുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചാണ് ഒരുപാട് ഈ ഉദ്ധാരണക്കുറവും ശേഷിയും ഇല്ലാത്ത കൊതിക്കറുവന്മാർ രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു കാലത്താണ് കേട്ടാലുടൻ സടകുടഞ്ഞെഴുന്നേക്കുന്ന പ്രഖ്യാപനവുമായി ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 3ാമത്തെ പ്രസവത്തിന് 30,000 രൂപ, 4ാമത്തെ പ്രസവത്തിന് 40,000 രൂപ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയാണിത്. പ്രസവിച്ചെന്ന് അറിയിച്ചാൽ ഉടൻ തന്നെ ആ കാശ് വീട്ടിലെത്തിക്കുമെന്നാണ് പറയുന്നത്. അവിടേക്ക് ഒരു 30 രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രസവ ചെലവ് കഴിഞ്ഞ് ഒരു 10 രൂപ കാശ് അല്ലെങ്കിൽ 15 രൂപ കാശ് കയ്യിലിരിക്കും. ഏതായാലും ആ പ്രഖ്യാപനം ഇത് കുറയ്ക്കണം, നിർത്തണം, നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരു വലിയ തടസ്സമായി മാറിയിരിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, ഇതിൽ വളരെ ഇഷ്ടം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതങ്ങ് തുടരട്ടെ നിർബാധം എന്ന് വെക്കുന്നവർ. 2 പേരും തയ്യാറാണെങ്കിൽ പിന്നെ അനുസ്യൂതം തുടരുകയും ആവാം. ഇനി അങ്ങനെ കുറച്ച് ആളുകൾ വേണമെങ്കിൽ കുറച്ച് കാലത്തേക്ക് ആന്ധ്രയിൽ പോയി നിന്ന് കുറച്ച് കാശ് ഒപ്പിച്ചുകൊണ്ട് തിരിച്ചു വരികയും ആവാം. സംഗതി ഇപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ ഈ ഒരു സമുദായത്തെ മുഴുവൻ ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നതിന് തെറി വിളിച്ചിട്ട് ഒരു പൈസയും വാങ്ങാതെ, ഇപ്പോൾ ആന്ധ്രയിലൊക്കെ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് 30-40 പ്രതീക്ഷിച്ചാണ്. ഇത് 3 ലക്ഷവും 4 ലക്ഷവും ചിലവാക്കി ഒരു ലാഭവുമില്ലാതെ ചെയ്യുന്ന ഈ പ്രവൃത്തി ചെയ്ത ധീരോദാത്തന്മാരായ പോരാളികളെ അംഗീകരിക്കേണ്ടതിന് പകരം അവരെ ആക്ഷേപിച്ച് വല്ലാതെ അപമാനിച്ച് അവർ രാജ്യം പിടിച്ചെടുക്കാനും വേറെന്തോ സ്വന്തമാക്കാനുമാണെന്നുള്ള നറേറ്റീവൊക്കെ സൃഷ്ടിക്കുന്നത് എത്രയോ മോശമായ കാര്യമാണ്. ഇദ്ദേഹം NDAയിലെ ഒരു വെറും ഘടകകക്ഷിയല്ല. ഇദ്ദേഹം താങ്ങുന്നത് കൊണ്ടുകൂടിയാണ് മുതലാളി അവിടെ ഇരിക്കുന്നത് പോലും. ആ താങ്ങാൻ പ്രധാനപ്പെട്ട ഒരാളാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഈ പ്രസ്താവന കണ്ട ഒരു പേജിൻ്റെ അടിയിൽ വളരെ നിഷ്കളങ്കനായ ഒരാൾ ഒരു കമൻ്റ് എഴുതിയിട്ടുണ്ട്. ഇത് ഹിന്ദുക്കൾക്കായി മാത്രം ചുരുക്കണം എന്നതാണ് പുള്ളിയുടെ ആവശ്യം. അതും നല്ലൊരു നിർദ്ദേശമാണ്. വളരെ പെട്ടെന്ന് അത് ചെയ്യാനും കഴിയും. കാരണം ഇതേതാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ചൂട്, കല്ല് പോലെയുള്ള അസുഖങ്ങൾ കൊണ്ട് ഈ ചില കാര്യങ്ങൾ സംഭവിക്കൂ. ബാക്കിയുള്ളവർക്ക് വളരെ വേഗത്തിൽ ഇത് കണ്ടെത്താനും തിരിച്ചറിയാനും കഴിയുന്ന രീതിയിലുള്ള പൊച്ച സംബന്ധമായ നിരീക്ഷണം നടത്തിയാൽ മതിയാവുന്നതാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഹോമിയോ ഡോക്ടർ പദവി ഉപേക്ഷിച്ച വൈദ്യശാസ്ത്രത്തിന് വേണ്ടിയും ജനിതകശാസ്ത്രത്തിന് വേണ്ടിയും വിദ്വേഷശാസ്ത്രത്തിന് വേണ്ടിയും ജീവൻ ബലി കൊടുത്ത് രംഗത്ത് നിൽക്കുന്ന നമ്മുടെ അരിപ്പുസൈനെ വിളിച്ചാൽ അദ്ദേഹം ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാവരെയും ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഹിന്ദുക്കളാണെങ്കിൽ 50,000, മുസ്ലിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ 10,000 രൂപ കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. കാരണം അങ്ങനെ ഒരു തുല്യ പരിഗണന അവർക്ക് കൊടുത്തുകൂടാ എന്നുള്ളതാണ് ആ കമൻ്റ് എഴുതിയ ദേശീയ സനാതനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അങ്ങനെ എന്തായാലും 3ാമത്തെയും 4ാമത്തെയും കൊച്ചുങ്ങൾ ധാരാളം പേർ അനാഥമായി പോകുന്നതും നഷ്ടപ്പെട്ടു പോകുന്നതും ഇനി രൂപം പ്രാപിച്ച് ആന്ധ്രയിൽ ഇറങ്ങിയേക്കുമെന്നാണ് പുതിയ സൂചനകൾ.